ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് റോസറ്റെ തോൺസ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അല്ലെങ്കിൽ റോസറ്റെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇത് 3 തരത്തിൽ ചെയ്യാം കേട്ടോ നമുക്ക്. അതുകൊണ്ട് ഞാൻ ഈ 3 തരത്തിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണ്? ഹാൻഡ് എംബ്രോയിഡറി നൂല്, നീഡിൽ ഫ്രെയിം, ക്ലോത്ത്. അപ്പോൾ ക്ലോത്ത് ഫ്രെയിമിൽ നല്ല ടൈറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. ആ വരയിലൂടെ നൂലിനടിയിലൊരു നോട്ടിട്ട് സൂചി ഇതുപോലെ വലിച്ചെടുക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ഹാഫ് സർക്കിളിൻ്റെയാണ് ഇവിടെ കാണിക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഹാഫ് സർക്കിൾ വരച്ചിട്ട് അതിന് മുകളിൽ 5 പോയിൻ്റ് ഈക്വൽ ഡിസ്റ്റൻസിലെടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പം അതിൻ്റെ ആംഗിൾസ് വ്യത്യാസമുണ്ട്. അതുപോലെ ഈ 5 സ്റ്റിച്ച് നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ട് പിന്നെ അടുത്ത 5 സ്റ്റിച്ച് കുറച്ച് വിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ 5 സ്റ്റിച്ച് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ കുറച്ച് ചരിച്ചിട്ട് ആ വരിയിലേക്ക് ഇതുപോലെ സൂചി മുഴുവനായി വലിച്ചെടുക്കുന്നില്ല, കുറച്ച് മാത്രമേ വലിച്ചെടുക്കുന്നു. അതിന് ശേഷം നൂല് സൂചിയുടെ അടിയിലാക്കിയതിന് ശേഷം മുഴുവനായിട്ട് വലിച്ചെടുക്കുകയാണ്. ഇനി ഇങ്ങനെ ഓരോ നൂലും നമ്മൾ ഓരോ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ ഇതുപോലെ സൂചി കുത്തി നൂലടിയിലാക്കിയതിന് ശേഷം മുഴുവനായിട്ട് വലിച്ചെടുക്കുകയാണ്. ഇങ്ങനെ 5 സ്റ്റിച്ച് നമ്മൾ ചെയ്യാണ്. ഇവിടെ ഈ നടുക്കുള്ള വരി നേരെയും ബാക്കിയുള്ള ഇത് നൂല് അടിയിലാക്കാഞ്ഞിട്ടാണ് കേട്ടോ ഇതിങ്ങനെ പോയത്. ഞാൻ ശരിയാക്കി. അപ്പം നമ്മൾ നൂല് അടിയിലാക്കാതെ വലിച്ചു പോയാൽ ഇതുപോലെ തെറ്റുപറ്റും. പിന്നെ അടുത്ത ഗ്രൂപ്പാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ അതും ഇതുപോലെ കുറച്ച് മുന്നോട്ട് ഇതെപ്പോഴും ചെരിഞ്ഞിട്ടാണ് വരേണ്ടത് കേട്ടോ. ആദ്യത്തും അതുപോലെ തന്നെ അവസാനത്തിൽ നടുവിലുള്ള സ്ട്രെയിറ്റ് ആയിരിക്കും. മറ്റേ 2 മാർക്ക് ചെയ്ത പോയിൻറ്റുകളും നമുക്ക് ചെരിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഈ 4 എണ്ണവും ചെരിഞ്ഞിട്ടാണ് വരുന്നത്, ഒരെണ്ണം മാത്രമേ നേരെയായിട്ട് വരുന്നുള്ളൂ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഓരോ നമ്മളെ നൂലിൻ്റെയും വലുപ്പം കണ്ടില്ലേ, ഒന്ന് ചെറുത് ഒന്ന് വലുത്, പിന്നെ അതിൻ്റെ വലുത്, പിന്നെ വീണ്ടും ചെറുത് അതിൻ്റെ ചെറുത്, അങ്ങനെയായിട്ടാണ് വരുന്നത്. നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പം ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ അങ്ങനെ തന്നെ ചെയ്തു പോവുകയാണല്ലോ. ഇത് ഒരു ഡെക്കറേറ്റീവ് സ്റ്റിച്ചാണ്. ഇത് ഡ്രസ്സിലൊക്കെ ബോർഡറിലും അതുപോലെ തന്നെ നമുക്ക് ഇനി എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ബീഡ്സൊക്കെ വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയാവും. ഇത് ബുഷസ് ആയിട്ടൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം, എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഞാൻ ഈ 3 എണ്ണേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇവിടെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹാഫ് സർക്കിൾ വരച്ച് അതിൻ്റെ മുകളിൽ ഡോട്ട് ഇട്ടതൊക്കെ. അതുപോലെ തന്നെ ട്രയാങ്കിളിലാണെങ്കിലും ഒക്കെ വരച്ചതിന് ശേഷം ഡോട്ട് ഇട്ടത്. ഇത് നമുക്ക് ഡോട്ട് ഇട്ട് മാത്രം, ഇനി ഡോട്ട് ഇടാണ്ടേയും നമുക്ക് ഏകദേശം ചെയ്ത് കഴിയുമ്പം ഏകദേശം അതിൻ്റെ ഡിസ്റ്റൻസും ഇതൊക്കെ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ഇതിൻ്റെ അറ്റത്തൊക്കെ നമുക്ക് പല കളർ ബീഡ്സോ അല്ലെങ്കിൽ നൂലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കി ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ നിർത്തുകയാണ്. അടുത്തത് നമുക്ക് ചെയ്യാം. അടുത്തത് ഈക്വൽ ആയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഹാഫ് സർക്കിളിൻ്റെ അല്ലേ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈക്വൽ ആയിട്ടുള്ളത് ചെയ്യാം. അതിനായി സൂചി ഇതുപോലെ ഉയർത്തിയെടുത്തതിന് ശേഷം മുകളിലെ വരിയിൽ നിന്ന് ഒന്ന് ചരിച്ച് ഇതുപോലെ താഴത്തെ വരിയിലേക്ക് ആക്കി കൊടുത്തിട്ട് നൂല് സൂചിയുടെ അടിയിലാക്കിയതിന് ശേഷം മുഴുവനായിട്ട് വലിച്ചെടുക്കുക. ഇങ്ങനെ വീണ്ടും നമ്മൾ 5 സ്റ്റിച്ചാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇവിടെ മുകളിൽ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് വിടുന്നത്. എന്നിട്ട് താഴത്തേക്ക് ആദ്യത്തെ 2 എണ്ണവും അതുപോലെ നടുവിലത്തെ സ്ട്രെയിറ്റ് ആയിട്ടും വീണ്ടും അടുത്ത 2 എണ്ണം ചരിഞ്ഞിട്ടും നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെയാണ് 5 എണ്ണം നമ്മൾ ചെയ്യുന്നത്.
എന്നിട്ട് വീണ്ടും കുറച്ച് സ്പേസ് വിട്ട് അടുത്തത് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ മുകളിൽ നമുക്കെല്ലാം 5 സ്റ്റിച്ചും ഒരേ ലെവലിലാണ്. അതുപോലെ ഇത് ഞാൻ 2 ഇവിടെ ചെയ്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇത് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ, വേഗം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത ട്രയാങ്കിളായിട്ടുള്ളതിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിലും ഞാൻ ട്രയാങ്കിളിൻ്റെ മുകളിലും 5 ഡോട്ട്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈക്വലായിട്ടാണ് ഞാൻ ഡോട്ട്സ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ വരിയിലൂടെ ഇതുപോലെ സൂചി ഉയർത്തിയെടുത്തതിന് ശേഷം മുകളിൽ ആദ്യത്തെ ഡോട്ടെന്ന് താഴത്തെ വരിയിലേക്ക് ഒന്ന് ചരിച്ചിട്ട് ഇതുപോലെ സൂചി വെച്ച് അടിയിൽ നൂലാക്കിയതിന് ശേഷം സൂചി മുഴുവനായിട്ട് വലിച്ചെടുക്കുകയാണ്. ഇനി അടുത്ത സെക്കൻഡ് ഡോട്ടിലൂടെ ഇതുപോലെ മുകളിൽ നിന്ന് സൂചി താഴത്തേക്ക് കുത്തി കൊടുത്തിട്ട് നൂല് സൂചിയുടെ അടിയിലാക്കിയതിന് ശേഷം മുഴുവനായിട്ട് വലിച്ചെടുക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റിച്ച് സെൻറ്ററിൽ നിന്നാണ് വരുന്നത്. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ എടുത്തിട്ട് വീണ്ടും അടുത്ത 2 ചരിഞ്ഞ് നമ്മൾ ഡോട്ട് ഇട്ടിരിക്കുന്നില്ലേ അതിലൂടെ ഇതുപോലെ സൂചി ഒന്ന് താഴ്ത്തി നൂലടിയിലാക്കിയതിന് ശേഷം മുഴുവനായിട്ട് വലിച്ചെടുക്കുക. ഇതും ഗ്രൂപ്പായിട്ടാണ്, നമ്മൾ 5 എണ്ണം ഗ്രൂപ്പായിട്ട് വരും. അതിന് ശേഷം കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്തത് തുന്നുക. ഇവിടെയും ഞാൻ 2 കാണിക്കുന്നുള്ളൂ, സെയിം തന്നെയാണ് എല്ലാം. കുറച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ട്രയാങ്കിൾ ആകുമ്പം ആ ട്രയാങ്കിളിൻ്റെ ഷേപ്പിലായിരിക്കും വരുന്നത്. ഈക്വൽ ആകുമ്പോൾ അത് ഈക്വൽ ലെങ്ത്തിൽ, തുന്നുന്ന സ്റ്റിച്ചൊക്കെ ഒരേപോലെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ലെങ്ത്തിൽ, സ്റ്റിച്ചിൻ്റെ ലെങ്ത്തിൽ ഒക്കെ ഉള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിർത്തുകയാണേ. അടിയിലൊരു നോട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.